ശ്രീ പി ജെ വിൻസെന്റ്, സമാധാനം പുലരുക എന്ന് പറയുന്നത് ലോകത്തിന്റെ ആവശ്യമാണ്. അത് സാധ്യമാകുന്നു. ഈ സീസ്ഫയർ നിലവിൽ വന്നതിന് ശേഷം ചില പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇങ്ങോട്ട് കശ്മീരിൽ ഒരു വെടിയൊച്ച കേട്ടിട്ടില്ല എന്ന് പറയുന്നത് ഓരോ ഭാരതീയന്റെയും, ഓരോ മനസാക്ഷിയുള്ള ഓരോ മനുഷ്യന്റെയും ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭരണകൂടത്തിന് ഒരു വാർ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ര ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, അല്ലെ? സ്വാഭാവികമായും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. സേന വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സേന കൃത്യമായ അഭിമാനബോധത്തോടെ എങ്ങനെയാണ് ഈ രാജ്യത്തെ, അതിന്റെ പൗരന്മാരെ, അതിന്റെ അധികാരത്തെ, അതിന്റെ ആത്മവിശ്വാസത്തെ, അഭിമാനത്തെ ഒക്കെ അവർ സംരക്ഷിച്ചത്, പ്രതിരോധിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ മറുപടി കൂടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. ഇന്ത്യ യുദ്ധമുഖത്ത് ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ ഗവൺമെൻറ്റും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു. ഇപ്പോൾ സമാധാനത്തിൻ്റെ കാലമായി, ഇനി കണക്കെടുപ്പാണ്. ഇനി ഓരോ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതിന് ഗവൺമെൻറ് മറുപടി പറയുകയും വേണം. അത് രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കും, ഇന്ത്യയിലെ പൗരന്മാരും ചോദിക്കും, അക്കാഡമീഷ്യൻസും ചോദിക്കും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നത്. നമ്മളുടെ ജനാധിപത്യം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു സ്വാഭാവികമായ ഒന്നായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വിമർശിക്കുകയും വിയോജിക്കാനുമുള്ള അവകാശം രാഷ്ട്രീയ പാർട്ടികൾക്കും പൗരന്മാർക്കുമുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇന്ത്യൻ സൈന്യം ഏറ്റവും ഫലപ്രദമായി പാകിസ്ഥാൻ്റെ അക്രമത്തെ പ്രതിരോധിക്കുകയും ചൂട്ട മറുപടി തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. മാത്രമല്ല, ഒരു 4-5 പതിറ്റാണ്ടായി യുദ്ധമുഖത്തിൽ പങ്കെടുക്കാത്തൊരു രാജ്യമാണ് ചൈന. ആ ചൈനയിൽ നിന്നാണ് പാകിസ്ഥാൻ്റെ 81% ആയുധത്തിൻ്റെ ഇമ്പോർട്ട് ഉണ്ടാകുന്നത്. ചൈനയിൽ നിന്നാണ് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കുന്നത്, മിസൈലുകൾ വാങ്ങിക്കുന്നത്, ഡ്രോണുകൾ തുടങ്ങി. മാത്രമല്ല, ആയുധങ്ങൾ നിർമ്മിക്കുന്നത്, പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ തന്നെ ചൈനയുടെ സാങ്കേതികവിദ്യയും ചൈനയുടെ പിന്തുണയും കൊണ്ടാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സാധിച്ചില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും ഇപ്പോൾ JK-17 പോലെയുള്ള വിമാനങ്ങൾ നിർമ്മിക്കുന്ന ചെങ്ഡു കമ്പനിയുടെയൊക്കെ ഷെയറുകൾ 40% വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ കരുത്ത് ഒരുപക്ഷെ ഇന്ത്യയേക്കാൾ സൈനിക ശേഷിയുമുള്ള പാകിസ്ഥാൻ്റെ ആയുധങ്ങളെയും അവരുടെ സാങ്കേതികവിദ്യയെയും വളരെ പ്രിസൈസായിട്ട് അഭിമുഖീകരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. അത് സൈന്യത്തിനൊരു ബിഗ് സല്യൂട്ട്. പാകിസ്ഥാൻ അല്ലെങ്കിൽ ഭീകരവാദികൾ ഇതിനിടയിൽ, അതായത് ഒരു നയതന്ത്രത്തിന്റെ ഭാഗം അങ്ങേക്ക് കുറച്ചുകൂടി ആധികാരികമായി പറയാൻ കഴിയുന്ന, ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, അങ്ങേക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പറയുകയും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ഉദ്യോഗസ്ഥരാൽ മാത്രം മറുപടി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒന്ന് മാറാൻ പാടില്ലാത്ത ഒന്നാണോ? അല്ല, ഇതിലെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സന്ദർഭങ്ങളിലും വിദേശ രാജ്യങ്ങളും അതുപോലെ ബാക്ക്ഡോർ ഡിപ്ലോമസി ഉണ്ടാകും. അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ബാക്ക്ഡോർ ഡിപ്ലോമസി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയാനായിട്ട് ഇത് പബ്ലിക്കായിട്ടുള്ള ഡൊമൈനിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ ബാക്ക്ഡോർ ഡിപ്ലോമസി ഉണ്ടാവും. അതില്ലാതെ സാധിക്കില്ല. ഇപ്പോൾ കേരളത്തിലെ നഴ്സുമാരെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പിടിയിൽ നിന്ന് വളരെ സുരക്ഷിതമായി ഇന്ത്യയിൽ എത്തിച്ചില്ലേ? അതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്? അതെല്ലാം ബാക്ക്ഡോർ ഡിപ്ലോമസി ഉണ്ടാവും. പിന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഇതുപര്യന്തമുള്ള നിലപാട്, കാശ്മീർ പ്രശ്നം എന്നത് ഒരു ഉഭയകക്ഷി പ്രശ്നമാണ്, അതിലൊരു മധ്യസ്ഥനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നത് തന്നെയാണ്. ആ കാര്യത്തിൽ ഇതുവരെ വിട്ടുവീഴ്ച വന്നിട്ടില്ല. പിന്നെ ട്രംപ് മാത്രമല്ല, അമേരിക്കയുടെ മാർക്കോ റൂബിയോയും അവരുടെ ട്വീറ്റിൽ പറയുകയുണ്ടായി, ഞങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും രാഷ്ട്രീയ നേതൃത്വമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വെടിനിർത്താൻ സമ്മതിച്ചു. ഇത് പ്രഖ്യാപിക്കുന്നത് ആദ്യം ട്വീറ്റ് ചെയ്യുന്ന ട്രംപാണ്. ഇന്ത്യ അതിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതെ 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 അത് ആ അവകാശവാദം ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും അമേരിക്കയോ അതല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടാവും. സൗദി അറേബ്യയുടെ ഇടപെടലുണ്ട്, ഉറപ്പാണ്. അതുപോലെ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടും, പാകിസ്ഥാൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾ ഇടപെടും. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരു ഡീഎസ്കലേഷന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ